നസീറിന്റെ വരെ നായിക വേഷങ്ങളിൽ തിളങ്ങിയ അഭിനേത്രി. ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും തിരക്കുള്ള നടിയായിരുന്നു സാധന. തിരുപ്പതിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവ് റാം മാത്രമേ തിരികെ വന്നുള്ളൂ. തിരികെ വന്നപ്പോൾ അയാളുടെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. വസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു. തിരുപ്പതിയിൽ വെച്ച് മഴ നനഞ്ഞ സാധന പനി പിടിച്ച് മരിച്ചുപോയെന്നായിരുന്നു റാം നാട്ടുകാരോടൊക്കെ പറഞ്ഞത്. എന്നാൽ അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ പരസ്പര വിരുദ്ധമായിരുന്നു. മുമ്പും പലപ്പോഴും സാധനയെ പലയിടത്തുമായി ഉപേക്ഷിക്കാൻ റാം ശ്രമിച്ചിരുന്നു. മലയാളത്തിലും തമിഴിലുമായി 100-ലേറെ സിനിമകളിൽ അഭിനയിച്ച ഒരു കാലത്ത് പ്രേം നസീറിന്റെ വരെ നായിക വേഷങ്ങളിൽ തിളങ്ങിയ അഭിനേത്രിയായിരുന്നു സാധന. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ബാബുവിന്റെയും ബീഗത്തിന്റെയും 6 മക്കളിൽ മൂത്തയാളായി ഒരു മുസ്ലിം കുടുംബത്തിലാണ് അവർ ജനിച്ചത്. 1986 വരെ വെള്ളിത്തിരയിൽ സാധനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സഹോദരി സലീമയും കുറച്ച് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സുന്ദരിയായ സാധനയുടെ അവസാന കാലം അത്യന്തം ദുരിതപൂർണമായിരുന്നു. ഭർത്താവിന്റെ മർദ്ദനവും കൊടും പട്ടിണിയും കൊണ്ട് എല്ലും തോലുമായി മാറിയ അവരുടെ അവസ്ഥ ചലച്ചിത്ര പ്രവർത്തകനും ക്യാമറാമാനുമായ ഗോപാലകൃഷ്ണൻ ആണ് ഒരിക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സാധനയും സാധനയുടെ ഭർത്താവ് റാമും മനോരോഗിയായി ചെന്നൈ നഗരത്തിൽ അലഞ്ഞു തിരികെയാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. പൊട്ടിയ ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ട് കുത്തിമറച്ച ഒരു ഒറ്റമുറിയിലായിരുന്നു സാധന അവസാന കാലം കഴിഞ്ഞിരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.